ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കുക്കിംഗ് റെസിപ്പീസൊക്കെ ആയിട്ടുള്ള ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ. അപ്പം ഇന്ന് ഇവിടെ ഒരു വിശേഷമുണ്ട് കേട്ടോ. ഞാൻ പുറകെ പറയാം എന്നാന്ന്. കേക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് നല്ലൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാംഗോ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും. ഫുള്ളായിട്ട് കണ്ടു നോക്കിയിട്ട് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുന്നേ, മറന്നു പോകും അല്ലെങ്കിൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ ഉടനെ തന്നെ കുറച്ച് മാങ്ങ അരിഞ്ഞുണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് രാവിലെ അങ്ങ് വെയിലത്ത് അങ്ങ് കൊണ്ടിടുകയാണ് കേട്ടോ. 2-3 ദിവസം ഇത് ഉണങ്ങിയിരിക്കുകയാണ്. ഇന്നും കൂടെ ഒന്ന് വെയിൽ ചൂട് പിടിപ്പിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വിരിച്ചിട്ടതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു പണി കിട്ടി കേട്ടോ. ആ ഒരു മാങ്ങ കൊണ്ടിട്ടത് കൊണ്ട് എന്താണെന്ന് വഴിയേ പറയാം. അപ്പോൾ ഇതാ ഞാൻ മാങ്ങ ഒക്കെ ഇട്ടിട്ട് വന്നപ്പോൾ മക്കൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പവും ബീഫ് കറി ആയിരുന്നു കേട്ടോ. പിന്നെ ബീഫ് കറി ഇന്നലത്തെയാണ്. പിന്നെ നമ്മുടെ കിഴങ്ങും അതുപോലെ മുട്ടയൊക്കെ ഇട്ടിട്ട് വറുത്തരച്ച് വെച്ചിട്ട് കറിയായിരുന്നു രാവിലെ ഉണ്ടാക്കിയത്. നല്ല കറിയായിരുന്നു. അതെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്ക് പോവുകയാണ്. ആദ്യം ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചില്ലേ, അത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് നാളെ എടുക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ കട്ടിപ്പാൽ മുകളിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് പിഴിഞ്ഞ് ഇന്നേ വെക്കുന്നത്. മക്കൾക്ക് തലയിലൊക്കെ തേക്കാൻ ഞാൻ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനിതാ ഞാൻ ബീഫൊക്കെ കഴുകി കുക്കറിലെടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ഉപ്പും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഇട്ട് കുക്കർ അടച്ച് വെച്ച് അങ്ങ് ബീഫ് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ജീരകശാല ചെറിയ റൈസ് കൊണ്ടാണ് ഈ ബിരിയാണി വയ്ക്കുന്നത്. ചെറിയ റൈസ് കൊണ്ടാണ് ബിരിയാണി വയ്ക്കാൻ നല്ലത്. നെയ്ച്ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നെയ്ച്ചോറും അതുപോലെ തന്നെ ബീഫ് കറിയും വെക്കാമെന്നാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ പെട്ടെന്ന് മാറ്റി. അതാണ് കേട്ടോ ബീഫ് ചെറിയ പീസായിട്ടിരിക്കുന്നത്. എന്തായാലും കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ബിരിയാണി വെക്കാമെന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ ഇതാ മല്ലിയിലയും പുതിനയിലയെല്ലാം കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മച്ചി അതൊക്കെ കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സവോള അരിഞ്ഞ് വെച്ച് കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യും ഓയിലും ഒഴിച്ചു. കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തു. സവോള ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് അരി വെള്ളം കളഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കും കേട്ടോ. ഒരു 5 മിനിറ്റോളം അരി ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ആ നെയ്യുടെ സ്മെല്ലൊക്കെ അരിയിലേക്ക് കിട്ടും. അതുപോലെ തന്നെ അരി വെന്ത് പോയാൽ തന്നെ ഒട്ടും പൊട്ടിപ്പോകാതെയും കുഴഞ്ഞു പോകാതെയൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ വറുത്തെടുത്താൽ. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തു. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, അതാണ് കറക്റ്റ്. അങ്ങനെ 2 കപ്പ് വെള്ളം വെച്ച് കൊടുത്തു. ഇത് അരി അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അരി അവിടെ കുറഞ്ഞ തീയിൽ വേവട്ടെ. ആ സമയത്ത് ഇക്ക പറഞ്ഞു വന്നേ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു കേട്ടോ. ഇക്ക കടയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അല്ലേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ വാപ്പിച്ചി പോകും. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പം കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ അപ്പോൾ ഉമ്മച്ചിയും വാപ്പിച്ചിയും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നലെ തന്നെ കേക്കൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. മക്കളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുവാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. കുഞ്ഞുങ്ങൾ അങ്ങനെയാണല്ലോ അല്ലേ. രാവിലെ തൊട്ടേ കുഞ്ഞു മോള് ആ കേക്കിന് ചുറ്റും ഇങ്ങനെ ഫ്രിഡ്ജിൽ നടക്കുമായിരുന്നു കേട്ടോ. എപ്പോഴാണ് കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഇതാ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ്. ഉമ്മച്ചിയും വാപ്പച്ചിയും 41 വർഷമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട്. അങ്ങനെ ഏപ്രിൽ 29 അന്നാണ് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഇതാ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു. അങ്ങനെ മക്കളുമൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യുകയാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല റെഡ് വെൽവെറ്റും അതുപോലെ ചോക്ലേറ്റും വാനിലായും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു കേക്ക്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇക്കയുടെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ് ഈ കേക്ക്. അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും കേക്ക് കഴിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഈ ഷുഗർ മറ്റേ ക്യാരമൽ ചെയ്തെടുത്തില്ല, പഞ്ചസാര, അത് കടിക്കുന്നുണ്ട്. പിന്നെ നട്ട്സൊക്കെ ഇങ്ങനെ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം നല്ല അടിപൊളി ഒരു കേക്കായിരുന്നു. ഞാനിങ്ങനെ എല്ലാവരും വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ കേക്കിൻ്റെ ഉൾഭാഗം സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ മറന്നുപോയി കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. എനിക്ക് ഇങ്ങോട്ട് കൊണ്ട് കേക്ക് കിട്ടി കേട്ടോ. അങ്ങനെ എനിക്കും വായിലും കൊണ്ട് കേക്ക് വാപ്പിച്ചുമ്മച്ചയൊക്കെ വെച്ച് തന്നു. അങ്ങനെ ഇതാ നമ്മുടെ ചെറിയൊരാഘോഷം. വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും, ബർത്ത്ഡേ ആണെങ്കിലും ഇതുപോലെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഒരു കേക്ക് കട്ടിങ് അത് നിർബന്ധമാണ് കേട്ടോ. കാരണം മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഭയങ്കര ഹാപ്പിയാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്നതും അത് കാണാനും കഴിക്കാനും ഇതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ. മോൾ എന്തോ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും. ഫോട്ടോ ആണ് കേട്ടോ. ഉമ്മച്ചിരും വാപ്പച്ചിരും ഫോട്ടോ വരച്ചിട്ട് അവൾ നന്നായിട്ട് പടം വരയ്ക്കുവേ. അപ്പോൾ അവൾ ഇങ്ങനെ ഇപ്പോൾ വെക്കേഷൻ അല്ലേ, അപ്പോൾ ഭയങ്കര പടം വരെയാണ്. അങ്ങനെ ഏത് വെഡിങ്ങാനും ആരുടെ എന്ത് പരിപാടിയാണെങ്കിലും അവരുടെ ഫോട്ടോ പറഞ്ഞാൽ അവൾ വരച്ച് കൊടുക്കും. അങ്ങനെ അതൊക്കെ വരച്ച് കൊടുത്തു. പിന്നെ എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ഉണ്ടാക്കി ഒരു കവറിലാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞ് അച്ചുക്കുട്ടി കരയുന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, ആ കേക്ക് മുഴുവനായിട്ട് അവൾക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കരയുന്നത്. അത് മുഴുവനായിട്ട് ഒന്ന് അവളുടെ കയ്യിൽ കിട്ടണം, അതിന് വേണ്ടിയിട്ട്. പിന്നെ അവൾക്കൊരു പീസ് ഒരു പാത്രത്തിൽ വെച്ചിക്ക കൊടുത്തു. പിന്നെ അതും കൊണ്ട് അവൾ പോയിരുന്നു കേട്ടോ. എന്ത് പറഞ്ഞാലും ഇപ്പം അവിടെ ആ ഇരിക്കുന്നിടത്ത് കിടന്നങ്ങ് കരയാണ് കേട്ടോ. പുതിയൊരു ഇതാണ് അങ്ങനെ. പിന്നെ നമ്മൾ അങ്ങനെ
അങ്ങനെ അധികം മൈൻഡ് ചെയ്യരുത്. ഇങ്ങനെ കിടക്കുന്നിടത്ത് കിടന്ന് കരഞ്ഞാൽ അവിടെ കുറച്ച് നേരം കിടന്ന് കരഞ്ഞ് കഴിയുമ്പോൾ അവർ എഴുന്നേറ്റ് പോരും കേട്ടോ. നമ്മൾ പിന്നെ അതിനെ ഇങ്ങനെ താങ്ങി ചെന്ന് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതുകൊണ്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. പിന്നെ കേക്കൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ഓക്കെ ആയേ. അതിനുശേഷം വീണ്ടും എന്തോ കാര്യത്തിന് അതുപോലെ എന്നെ കിടന്ന് കരയാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. വീണ്ടും കിച്ചണിലേക്ക് വന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നേ. ഒന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്തുകൂടും കൊടുത്തില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായത് നന്നായി കേട്ടോ. അപ്പം ഒരേപോലെ എല്ലാം വെന്ത് കിട്ടിയേ. ഒന്ന് ഇളക്കി കൂടും കൊടുത്തില്ല, എല്ലാം ഒരേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചേ. ഇനിയിപ്പോൾ അതിലേക്കാണ് മസാല ദം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വലിയ പാത്രത്തിൽ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലേക്ക് ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ സവോളയും നട്ട്സും ഒക്കെ വറക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ നമ്മളിതാ മസാല റെഡിയാക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു ചതച്ചത്. പിന്നെ കറിവേപ്പില ഇട്ടു, ഉപ്പ് ഇട്ട് കൊടുത്തു. സവോള അരിഞ്ഞതാണേ, ഒരു 3-4 സവോള അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് മസാല വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മസാലയിലേക്ക് കുറച്ച് സ്പൈസസുകളെല്ലാം ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ആ എണ്ണയിലേക്ക്. എന്നിട്ട് വേണം സവോളയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഒക്കെ വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇതാ വഴണ്ട് വരുന്നുണ്ടേ. അപ്പോൾ ഇതാ മസാല ഒന്ന് വാടി വന്നപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇത്രയും വാടി കിട്ടിയാൽ മതിയേ. ഇനിയിപ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബീഫൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നേ. ബീഫിൽ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് വറ്റിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സവാള വഴണ്ടതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത്രയും മാത്രം മതി കേട്ടോ. മുളക് പൊടിയൊന്നും ഞാൻ ബിരിയാണിയിലേക്ക് ഇടാറേ ഇല്ലേ. പിന്നെ നമ്മുടെ ബീഫ് ബിരിയാണി ആയതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു, കുറച്ച് മതി. മുളക് പൊടി ഇടാതെയാണ് ഞാൻ ബിരിയാണി വെക്കാറ്. ഇത്രയും മാത്രമേ ഞാൻ ബിരിയാണിയിലേക്ക് മസാലയിലായിട്ട് ചേർക്കത്തുള്ളൂ കേട്ടോ. എരിവിനായിട്ടാണ് നമ്മൾ പച്ചമുളക് ഇതുപോലെ ചതച്ചിടുന്നത്. അതാകുമ്പോഴത്തേനും നല്ല എരിവ് കിട്ടുവേ. പിന്നെ കുരുമുളക് പൊടിയുടെ എരിവ് ഉണ്ടല്ലോ, അത്രയും മതി കേട്ടോ. ഈ ബിരിയാണിയിലേക്ക് ഒത്തിരി മസാല മുളക് പൊടിയൊക്കെ വാരിയിടുന്നതിലും നല്ലത് ഇതുപോലെ വെക്കുന്നതാണേ. പിന്നെ അതിലേക്ക് ഒരു 2 പഴുത്ത തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തായിരുന്നു. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു. മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് കൊടുത്തായിരുന്നേ. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ബീഫ് വേവിച്ചത് ആ വെള്ളത്തോട് കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ബീഫിൻ്റെ ആ സ്റ്റോക്ക് വാട്ടർ കളയണ്ട കേട്ടോ. ആ വെള്ളം ഒന്ന് ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കുകയും ചെയ്യും. വെള്ളം ഒന്ന് വറ്റി വരുമ്പം നല്ല ടേസ്റ്റാണേ. പിന്നെ കുറച്ച് വെള്ളം വേണം കേട്ടോ. നമ്മൾ ഈ ചോറ് ദം ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും ഒരു അരമണിക്കൂറൊക്കെ ദം ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം വേണം. എന്നാലേ ഉള്ളൂ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. അപ്പോൾ ഇതാ ഇത്രയും വെള്ളമായപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. 2 പാത്രത്തിലായിട്ട് ദം ചെയ്യാമെന്ന് ഓർത്തു. കാരണം ഈ ചോറും ഈ ബീഫും കൂടി ഇതിൽ കൊള്ളത്തില്ല കേട്ടോ. ഒരു 1.5 കിലോ അരി, ഒരു 1.5 കിലോ ബീഫും 1.5 കിലോ അരിയും ആണെങ്കിൽ ഈ പാത്രത്തിൽ കൊള്ളും. ഇതിപ്പോൾ 2 കിലോ ബീഫ് ഉണ്ടായിരുന്നേ. ഒരു 1.25 കിലോ അരിയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 പാത്രത്തിലായിട്ട് ദം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചോറ് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ദം ചെയ്യാൻ വേണ്ടി പാത്രത്തിലിട്ടു. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റേ ദം ചെയ്യുന്ന പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് മുകളിലായിട്ട് പാലിൽ മഞ്ഞൾ കലക്കിയതാണ് കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യ്, കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഗരം മസാല കുറച്ച് ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്തേ. നമ്മുടെ ബിരിയാണി ദം പൊട്ടിക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണം കിട്ടും കേട്ടോ. പിന്നെ കറിവേപ്പിലയും പുതിനയിലയും മല്ലിയിലയും കൂടെ ഇതുപോലെ ഇങ്ങിട്ട് കൊടുത്തു. അങ്ങനെ 2 പാത്രത്തിലായിട്ട് ദം ചെയ്തെടുത്ത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും നട്ട്സും കിസ്മിസും കൂടെ 2ലും കൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് ദം ചെയ്തെടുക്കണേ. ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ദം ചെയ്തെടുത്താലേ ഉള്ളൂ ബിരിയാണി നല്ല സെറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാനിന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതങ്ങ് അടച്ച് മാറ്റി വയ്ക്കുകയാണേ. അപ്പോൾ അത് അവിടെ ഇരുന്നത് ദമ്മായി കിട്ടട്ടെ. ഇനിയിപ്പം ഈ ബിരിയാണി ദമ്മായി കഴിഞ്ഞാലും ഉണ്ടല്ലോ വീണ്ടും ഒരു അരമണിക്കൂറെങ്കിലും ഇതിങ്ങ് തുറക്കാതിരിക്കണം കേട്ടോ. ആ ചൂടോട് കൂടി അങ്ങനെ ഇരിക്കണം. എങ്കിലുള്ള ബിരിയാണിക്ക് അതിൻ്റേതായ ഒരു പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ വരത്തുള്ളൂ. സമയമില്ലെങ്കിൽ പോലും ഒരു 20 മിനിറ്റെങ്കിലും വെച്ചിട്ട് എടുക്കണം ബിരിയാണിയെ, നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ അങ്ങനെ ഒന്ന് ദമ്മാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചായിരുന്നു കേട്ടോ. കളർ കോഴിക്കുഞ്ഞുങ്ങൾ, ഒരു 8 കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നേ. പക്ഷേ ഇന്ന് ഒരെണ്ണത്തിനെ കാണാതെ പോയി കേട്ടോ. ഇപ്പോൾ 7 എണ്ണമേ ഉള്ളൂ. ഇപ്പം ഞാൻ കാണിച്ച 8 എണ്ണം ഉണ്ട്. വൈകുന്നേരം ആയപ്പോൾ ഒരെണ്ണം ചാടിപ്പോയി. പിന്നെ പൂച്ച പിടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു. അങ്ങനെ അതിനെ വലിയൊരു പെട്ടിയിലൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിന് കോഴിക്കൂടൊക്കെ പണിയണം. അങ്ങനെ ഇതാ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ ഓൺലൈനിൽ നിന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചായിരുന്നു കേട്ടോ. ഹാപ്പി പ്ലാനറ്റിൻ്റെ ഇതുപോലെ നമ്മുടെ കിച്ചൺ ക്ലീനർ, നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഓർഗാനിക് പ്രൊഡക്റ്റാണ്.
അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് കയറി നോക്കി ഒന്ന് മേടിച്ച് നോക്കുക കേട്ടോ. നല്ല സ്മെല്ലുമാണ്, അതുപോലെ നല്ല ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൈക്കൊന്നും അങ്ങനെ കെമിക്കലൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ കൈക്കൊന്നും പ്രോബ്ലം ഉണ്ടാവത്തില്ലേ. അങ്ങനെ ഇതാ കിച്ചണൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബിരിയാണി നല്ല സെറ്റായി. ഇനിയിപ്പോൾ അതങ്ങ് ദം പൊട്ടിച്ചങ്ങ് എടുക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. തുറന്നപ്പോൾ തന്നെ എന്താ മണമെന്നറിയാവോ? ബിരിയാണിയുടെ പീസ് ചെറുതായി പോയെന്നല്ലാതെ ഈ ബിരിയാണി നല്ല കിഡിലനായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ പീസാണെങ്കിട്ടാണല്ലോ നമ്മൾ ഈ വായിൽ വെച്ച് കഴിക്കുന്നതല്ലേ, അതുകൊണ്ട് അതും നല്ലതായിരുന്നു. അങ്ങനെ ഇതാ ബിരിയാണി ഞാൻ സെർവ് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വാപ്പച്ചിക്കും മക്കൾക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ബിരിയാണി എടുക്കുകയാണ്. ഞാൻ ഇനിയിപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വന്ന് ബിരിയാണി കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ മാമ്പഴ പായസവും റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഇതാ ബിരിയാണി ആദ്യം കുറച്ച് എടുത്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഇതാ മക്കളൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഐഷുവും പാത്തുവും കൂടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ബിരിയാണി കഴിക്കുകയാണ്. അടിപൊളി ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് മക്കൾ കഴിക്കുന്നുണ്ട്. മാങ്ങാച്ചാറും പിന്നെ കച്ചമ്പറുണ്ടായിരുന്നു, പിന്നെ ഒരു മധുരമുള്ള ഒരു പുളിയച്ചാറുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ചാളായി ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ അത് ഈ ബിരിയാണിയുടെ ഒക്കെ കൂടെ ഞങ്ങളെടുക്കും. നല്ല ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെ ഈ മധുരമുള്ള അച്ചാർ കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനും ഉമ്മച്ചിയും പിന്നെ കുഞ്ഞും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. നേരത്തെ അവൾക്ക് വാപ്പിച്ച് കഴിച്ചപ്പോൾ കൊടുത്തു, എന്നാലും എൻ്റെ കൂടെ ഇരുത്തി ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ്. പക്ഷേ അവൾ ബീഫ് മാത്രമേ കുറച്ച് കഴിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് പോയി കേട്ടോ. അപ്പോൾ ആൾക്ക് ചില സമയത്ത് കഴിക്കാൻ ഭയങ്കര മടിയാണ്, ചില സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അങ്ങനെ ഇച്ചിരി ഞാൻ വാരി കൊടുത്തു. നേരത്തെ തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ കുഴച്ച് മറിച്ചൊക്കെ കഴിച്ചു. പിന്നെ ഞാനിത് അവൾക്ക് കുറച്ച് ബീഫൊക്കെ വാരി കൊടുത്തതിന് ശേഷം ഞാനും ഉമ്മച്ചി ഇരുന്ന് കഴിക്കുകയാണ്. ഇക്ക വന്നില്ല കേട്ടോ കടയിൽ നിന്ന്. ഇക്കായും മോനും കൂടെ കടയിൽ പോയിട്ട് വന്നില്ല കേട്ടോ. ഇപ്പം മോന് വെക്കേഷൻ ആയതുകൊണ്ട് കടയിലെ ഡ്യൂട്ടിയാണ് കേട്ടോ. രാവിലെ ഇക്ക പോകുമ്പം മദ്രസ കഴിഞ്ഞ് വന്നിട്ട് ഇക്ക പോകുമ്പോൾ പോകും. പിന്നെ വൈകുന്നേരം വന്നിട്ട് വീണ്ടും ഇക്ക പോകുമ്പോൾ കടയിൽ പോകും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കടയിലൊക്കെ പോയി നിൽക്കാൻ. പിന്നെ ഇവിടെ ഇരുന്ന് മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇക്ക അങ്ങ് കടയിൽ കൊണ്ടുപോകും കേട്ടോ. ബിസിനസ്സൊക്കെ പഠിക്കട്ടെ. പിന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടാണ് ആ ഒരു കാര്യം ഓർത്തത്. ഉമ്മച്ചി ചോദിച്ചു മാങ്ങ ഉണങ്ങാൻ വെച്ചിട്ട് എടുത്തായിരുന്നോ എന്ന്. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് കേട്ടോ. നല്ല മഴ പെയ്തേ. അങ്ങനെ നമ്മൾ മാങ്ങായും അതുപോലെ ഞാൻ മുളകും ഉണങ്ങാൻ കൊണ്ട് വെച്ചത് നല്ല പണി കിട്ടി കേട്ടോ. കുറച്ച് ഉണങ്ങിയാൽ മതിയായിരുന്നു. ചൂടാൻ കൊണ്ടിട്ട മാങ്ങാണേ. അതിപ്പോൾ നനഞ്ഞു പോയി. ഇനിയിപ്പോൾ നാളെ ഒന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. പിന്നെ ഞാനിതാ വെള്ളം പോകുന്നൊരു പാത്രത്തിൽ രണ്ടും ഇട്ട് വെച്ചിട്ട് മാറ്റി വെച്ചു. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, മറന്നു പോയതാണ്. അങ്ങനെ എല്ലാവരും മറന്നും പോയി അങ്ങനെ മാങ്ങ ഇരിക്കുന്ന കാര്യം. പിന്നെ ഇതാ ഈ ഒരു മഴയാണ് നമ്മളെ ചതിച്ചത്. പെട്ടെന്നൊരു മഴ, എന്ത് പറയാനാ, അത് ഓർത്തുമില്ല. തുണിയൊക്കെ കിടന്നൊക്കെ എടുത്തു, പക്ഷേ ഈ ഒരു ഇതെടുക്കാൻ മറന്നുപോയി. അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ നാളെ ഇത് വീണ്ടും ഉണക്കിയെടുക്കാം. പിന്നെ ഞാൻ മാങ്ങ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ മാങ്ങ ഇവിടെ ഉള്ളത് 2 എടുത്തേ. പക്ഷേ ഞാൻ പൂളിയപ്പത്തേനുണ്ടല്ലോ ഒരെണ്ണം പഴുത്തതും ഒരെണ്ണം പച്ചയായിരുന്നു. പിന്നെ ഞാൻ മാറ്റി വെച്ചു, എന്തായാലും 1 കിലോ മാങ്ങ എങ്കിലും ഈ ഒരു പായസത്തിന് വേണം. അപ്പോൾ ഞാൻ ഇക്കായെ വിളിച്ച് പറഞ്ഞേ മാങ്ങ മേടിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ ഇതാ മാങ്ങ മേടിച്ചുകൊണ്ട് വന്നു. മാമ്പഴ പായസം ഉണ്ടാക്കുവാണ്. മാങ്ങ ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. 1 കിലോ മാങ്ങയിൽ പകുതി മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു, പകുതി മാങ്ങ ഇതുപോലെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ. പാൽ ഒഴിച്ച് പിന്നെ സേമിയയും ചവ്വരിയും കൂടെ വേവിച്ച് വെച്ചതിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തു, മാങ്ങ അരിഞ്ഞിട്ട് കൊടുത്തു, നട്ട്സ് ഇട്ട് കൊടുത്തു, പാലൊഴിച്ച് കൊടുത്തു, എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഈ മാമ്പഴ പായസത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മുടെ ഇതിന് തൊട്ട് മുമ്പുള്ള ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മാമ്പഴ പായസത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കയറി ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള വീഡിയോ. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരം നമ്മൾ രാത്രി വീണ്ടും ബിരിയാണി തന്നെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ മോഹൻലാലിൻ്റെ പുതിയ സിനിമ കാണാൻ പോവുകയാണ്, തുടരും. അപ്പം നല്ല അഭിപ്രായങ്ങളൊക്കെ ഉള്ളൊരു പടമല്ലേ, എന്തായാലും പോയി കണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ സിനിമ കാണാൻ വേണ്ടി പോയി. നമ്മൾ കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് പോയത്. നമ്മൾ ആ ഗേറ്റ് കടന്ന് ചെന്നപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അനിയൻ്റെ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പം പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷം. ഇതേ കൊച്ചാടെ ഫോട്ടോ ഇരിക്കുന്നെന്ന്. എയിം ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നമ്മൾ പരസ്യത്തിന് വേണ്ടി അവിടെ കൊണ്ടുവച്ചതാണ്. അങ്ങനെ അത് കണ്ടപ്പം ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ നമ്മളിത് അകത്ത് കയറി സീറ്റ് ഇരുന്നു. അങ്ങനെ നമുക്ക് ബാൽക്കണി ഒന്നും കിട്ടിയില്ല കേട്ടോ. കാരണം അതൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കണം, എന്നാലേ കിട്ടുകയുള്ളൂ. അത്രയ്ക്ക് തിരക്കല്ലേ ഈ സിനിമയ്ക്ക്. ആ താഴത്തെ 2-3 ഡ്രോ ഒഴിച്ച് ബാക്കി എല്ലായിടവും ഫുള്ളായിരുന്നു ആളെ. അങ്ങനെ നമ്മൾ കഴിക്കാനുള്ള മക്കളെയൊക്കെ ഒന്ന് പിടിച്ചിരുത്തണ്ടേ, അതിനുള്ള സാധനങ്ങളൊക്കെ നാത്തൂന് കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിപ്സും ചക്ക വറുത്തതും ഒക്കെ. അങ്ങനെ അതാണ് ഇപ്പോൾ കണ്ടത്, ലേസും ഒക്കെ.
പിന്നെ ഫിലിം തുടങ്ങി. നല്ല അടിപൊളി പടമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ലാലേട്ടൻ്റെ ഒരുപാട് നാളുകൾ കൂടി നല്ലൊരു ഫീൽ ഗുഡ് മൂവി തന്നെ കണ്ടു. നമ്മുടെ പഴയ ആ ലാലേട്ടനില്ലേ തിരിച്ചു വന്നു. അപ്പോൾ നല്ലൊരു ഫിലിമായിരുന്നു. ഇപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണണേ. ഇത് ഒരു പ്രാവശ്യം കണ്ടാൽ നമുക്ക് പിന്നെയും പിന്നെയും കാണാൻ തോന്നും. അതാണ് ഈ ഒരു പടത്തിൻ്റെ സീക്രട്ട്. പിന്നെ നല്ല അഭിനയമായിരുന്നു കേട്ടോ അതിൻ്റെ അതിൻ്റെ അകത്തെ വില്ലന്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി അഭിനയമായിരുന്നു ആ വില്ലനാണെന്ന് നമുക്ക് തോന്നത്തില്ല. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അങ്ങനെ ഇതാ ഫിലിമൊക്കെ കണ്ടു. നല്ല അടിപൊളി പടമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഒന്നും കൂടെ പോയി കാണണമെന്ന് പറഞ്ഞാണ് ഇക്ക ഇരിക്കുന്നത് കേട്ടോ. ഇക്കാക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ബാൽക്കണിയിൽ ഇരുന്ന് കാണണമെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ഇതാ നമ്മൾ ഫിലിമൊക്കെ കണ്ടോ മോൻ്റെ അവസ്ഥ കണ്ടോ. അങ്ങനെ അവൻ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. കുറച്ച് നേരമൊക്കെ കണ്ടിട്ട് അവൻ ഉറക്കം വന്ന് അവൻ കിടന്നുറങ്ങും. നമ്മൾ രാത്രി 12 മണിയുടെ ഷോയ്ക്കാണ് പോയത്. പിന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പോൾ നമുക്ക് കടയൊക്കെ അടച്ചിട്ട് ആ സമയത്ത് പോയി കാണാനും നേരമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആ സമയത്ത് പോയത്. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.